നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ബസ്സുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഇത് ലാഭകരമല്ലെന്ന് ഒരു വശത്ത് പറയുമ്പോൾ ഇത് ലാഭകരമാണെന്ന് മുൻ മന്ത്രി ആന്റണി രാജു ആവർത്തിച്ചു പറയുകയാണ്. ഇന്നും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഈ കാര്യം അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഇലക്ട്രിക് ബസ് ലാഭകരമാണെന്ന് ആന്റണി രാജു MLA മറുപടി. KSRTC ബസ്സുകൾ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്നും ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകൾ യാഥാർത്ഥ്യമല്ലെന്നും ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് M. വിൻസെന്റ് MLA കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഈ ആരോപണത്തിന് മറുപടി എന്നോണമാണ് ആന്റണി രാജു MLA ഇത്തരത്തിലൊരു മറുപടി പറഞ്ഞിരിക്കുന്നത്. M. വിൻസെന്റ് MLA ഈ ഒരു പ്രസ്താവന ഉയർത്തിക്കാണിച്ചാണ് ആന്റണി രാജു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഈ ബസ്സുകൾ ലാഭകരമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനമായ കർണാടകയിൽ ഈ ബസ് കൊണ്ടുവരുമെന്ന് ഇന്നലെ വാർത്തയുണ്ടായിരുന്നു. തെലങ്കാന, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ഈ ബസ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്തിൽ ഈ ബസ് കൊള്ളാം, എന്നാൽ കേരളത്തിൽ നഷ്ടമെന്നാണ് പറയുന്നത്. ഇത് ശരിയല്ല എന്നും ആന്റണി രാജു വിമർശിക്കുകയുണ്ടായി. ഡീസൽ ബസിനേക്കാൾ ഈ ബസ് കൂടുതൽ ലാഭകരമാണെന്നും ആന്റണി രാജു ആവർത്തിച്ചു പറഞ്ഞു. വസ്തുതകൾ പഠിക്കാതെയും മനസ്സിലാക്കാതെയും പ്രതിപക്ഷം തോന്നുന്നത് വിളിച്ചു പറയുകയാണെന്നും ആന്റണി രാജു വിമർശിക്കുകയുണ്ടായി. ഒരു ഇലക്ട്രിക് ബസ് വാങ്ങുന്ന തുകയ്ക്ക് 4 ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് വിൻസെന്റ് MLA ഗുരുതര ആരോപണം ഉന്നയിച്ചത്. ഗുണനിലവാരം വിലയിരുത്താതെയാണ് PMIയുടെ 50 ബസ്സുകൾ മാനേജ്മെന്റ് വാങ്ങിയത്. ബസ്സുകളുടെ ഗുണനിലവാരം പരിശോധിച്ച് വിദഗ്ധ സമിതി റിപ്പോർട്ട് പുറത്തുവിടണം. മാനേജ്മെന്റ് പറയുന്നത് പ്രകാരം 6026 രൂപ ഒരു ബസ്സിന് പ്രതിദിന വരുമാനവും 4752 രൂപ പ്രതിദിന ചെലവുമുണ്ട്. വായ്പാ തിരിച്ചടവും ബസിന്റെ ബാറ്ററി മാറുന്ന ചെലവും കൂടിയായാൽ 4546 രൂപ അധിക ചിലവാകും. ഒരു ഇലക്ട്രിക് ബസ് പ്രതിദിനം 3273 രൂപ നഷ്ടമുണ്ടാക്കുന്നുണ്ട്. 50 ബസ്സുകൾക്ക് പ്രതിവർഷം 5.89 കോടി നഷ്ടമുണ്ടാകുമെന്നായിരുന്നു M. വിൻസെന്റ് പറഞ്ഞത്. എന്തായാലും ഇതിനിപ്പോൾ ആന്റണി രാജു മറുപടി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഈ ആരോപണത്തിൽ ഇപ്പോൾ ആന്റണി രാജു മറുപടി പറഞ്ഞിരിക്കുകയാണ്. ആന്റണി രാജുവിന്റെ ഈ മറുപടി ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനുള്ള മറുപടി എന്നോണം വിലയിരുത്തപ്പെടുന്നുമുണ്ട്. അതേസമയം ഗതാഗത വകുപ്പ് നിർണായകമായ മറ്റൊരു നീക്കത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്ന നടപടികൾ നിർത്തിവെച്ചതിനു പിന്നാലെ പുതിയ നീക്കം. KSRTCക്ക് ഡീസൽ ബസ്സുകൾ വാങ്ങുന്ന നടപടിയിലേക്കാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് കടന്നിരിക്കുന്നത്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ടാറ്റ, അശോക് ലൈലാൻഡ്, ഐസർ കമ്പനികളുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച തുടങ്ങി. ഗതാഗത സെക്രട്ടറിയും KSRTC മേധാവിയുമായ ബിജു പ്രഭാകർ പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പരിപാടിയിൽ പങ്കെടുക്കാൻ ഓസ്ട്രേലിയയിൽ പോയി. അപ്പോഴായിരുന്നു ഇവിടെ ചർച്ചകൾ പുരോഗമിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറിന്റെ എതിർപ്പ് കാരണം ഈ ബസ് വാങ്ങാനുള്ള എല്ലാ ടെൻഡറുകളും റദ്ദാക്കി. 50 ഡീസൽ ബസ്സുകൾ വാങ്ങാനുള്ള ടെൻഡറും ഇതോടൊപ്പം റദ്ദായി. കിഫ്ബിയുടെ ധനസഹായത്തോടെ 814 കോടി രൂപയ്ക്ക് ബസ്സുകൾ വാങ്ങാൻ സർക്കാർ കഴിഞ്ഞ മേയിൽ അനുവാദം നൽകിയിരുന്നു. എന്തായാലും ഈ ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു വിവാദമാണ് ഇവിടെ ഉണ്ടായത്. അത് ലാഭകരമല്ല എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പറയുകയും എന്നാൽ ലാഭകരമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വാദപ്രതിവാദമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചു അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഈ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.